ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒഴിച്ചുകൂട്ടാനായിട്ടാണ് വന്നേക്കുന്നത്. ഈ ഒഴിച്ചുകൂട്ടാൻ പല സ്ഥലത്തും പല രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കാറ്. ഞാൻ കാണിക്കണത് എൻ്റെ ഇല്ലത്ത് ഉണ്ടാക്കണ ആ രീതിയാണ് കാണിക്കണത്. ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. 4 കപ്പ് തോരപ്പരിപ്പ് എടുത്ത് കഴുകി വെച്ചേക്കുന്നതാണ്. വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ നെയ്ക്ക് പകരം വെളിച്ചെണ്ണയും ചേർത്തോളൂ. എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ച് വെച്ച് 3 വിസിൽ ഇട്ടെടുക്കാം. പരിപ്പ് വേകുമ്പോഴേക്കും കൂട്ടാനുള്ള കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. ചെറിയ കഷ്ണം കുമ്പളങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 തക്കാളി, 3 പച്ചമുളക്, കുറച്ച് വേപ്പില, 1 ഉരുളക്കിഴങ്ങ്. കഷ്ണം വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. കഷ്ണങ്ങൾ ഒരുവിധം വേവാൻ തുടങ്ങി. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് തിളച്ചോട്ടെ. കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്തു. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പ് കഷ്ണങ്ങൾക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഒന്ന് തിളക്കട്ടെ. ഒരുപാട് സമയമല്ല, ഒന്ന് തിളയ്ക്കാൻ തുടങ്ങട്ടെ. പരിപ്പ് ചേർത്ത് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഇതുപോലത്തെ കയ്യിൽ 2 കയ്യിൽ കഷ്ണം ഇതൊന്ന് മാറ്റണ്ടേ. ഇപ്പൊ കറിവേപ്പില, തക്കാളി, പച്ചമുളക് ഏതാണോ കിട്ടണത് അത് എടുത്തോളൂ കേട്ടോ. 2 കയ്യിൽ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നല്ലോണം ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരിക. അരച്ച കഷ്ണങ്ങളും ചേർക്കുന്നുണ്ട്. ജാറ് കഴുകി ആ വെള്ളം ആഡ് ചെയ്യാം. ഈ കൂട്ടാന് നമ്മൾ നാളികേരം അരച്ച് ചേർക്കാത്ത കാരണമാണ് ഇങ്ങനെ ചെയ്യണത്. ഇതുവരെ ഇതുപോലെ കൂട്ടാൻ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂട്ടാ. ചോറിന് വേറെ ഒന്നും വേണ്ട, അത്രയ്ക്ക് സ്വാദുള്ള ഒരു കൂട്ടാനാണ്. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിളച്ചോട്ടെ. ഒരുപാട് സമയമൊന്നും വേണ്ട, പതഞ്ഞൊന്ന് തിളച്ചാൽ മാത്രം മതി. കഷ്ണമൊക്കെ അരച്ച് ചേർത്തിട്ട് നല്ലോണം തിളച്ചുവിട്ട. ഈ സമയത്ത് 1/4 കപ്പ് നല്ല കട്ടിയുള്ള നാളികേരപ്പാല് ചേർക്കുന്നുണ്ട്. ഈ കൂട്ടാനെ നമ്മൾ വറുത്തിടൊന്നുമില്ല. നാളികേരപ്പാല് ചേർത്ത് ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. ചട്ടിയായ കാരണം ചൂടായിക്കോളും. പാത്രത്തിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാവുമ്പോൾ മാത്രം ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി. ഇത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് 10 മിനിറ്റിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ്. നല്ല സ്വാദം ഉണ്ടാവും ഊണിന്. 2 ചുവന്നമുളക് കീറിയിടുന്നുണ്ട്, കുറച്ച് വേപ്പില, കുറച്ച് വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണ നിർബന്ധമായിട്ട് ഒഴിക്കണം കേട്ടോ. സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കൂട്ടാനാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.